ഏത് ബിസിനസ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്താൽ അത് സക്സസ്ഫുൾ ആവും, അത് പ്രോഫിറ്റബിൾ ആവും. അതേപോലെ തന്നെ സിംഗപ്പൂരിലെ പ്രമുഖ ബാങ്കിന്റെ സിഇഒ പറഞ്ഞു എൻ്റെ ജോബ് വരെ ചിലപ്പോൾ പോവാൻ ചാൻസ് ഉണ്ട്. ഈ ഗൾഫിൽ പോയിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ചാടിപ്പോയി ചെയ്യുന്നേക്കാളും ബെറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് പാർട്ട്ണറിങ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇതൊരു ബിസിനസ്സുകാരന് ഒരിക്കലും ഒരു ഹഞ്ചിൽ ഡിസിഷൻ എടുക്കൂല, എക്സ്ട്രീം റിസ്ക് കൊടുക്കൂല, എന്നാൽ എപ്പോഴും ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്താവുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഹായ് ഫൈസൽ സാർ. ഹായ്. അപ്പോൾ സുക്കോവയുടെ ഇപ്പോൾ ഒരു കമ്പനി സാറുടെ ഒരു വിഷൻ്റെ പുറത്താണ് സുക്കോവ എന്നുള്ള കമ്പനി തന്നെ ഫോം ആയത്. സോ അതിലിപ്പോൾ ഇത് 3ാമത്തെ പോഡ്കാസ്റ്റാണ്. സോ വെരി താങ്ക്ഫുൾ ഫോർ യു. സാറുടെ മെൻറ്റർഷിപ്പിന് വളരെയധികം താങ്ക്സ്. സോ സാറിന് എങ്ങനെയാണ് നമ്മളെ സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ കിട്ടാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷഹീദിനോ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ, ഷഹീദിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വലിയൊരു റീസൺ ഈ ഷഹീദ് സിഇഒ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിന് സുക്കോവിൻ്റെ പോഡ്കാസ്റ്റ് സാധ്യമായത്. അത് ഞാൻ ഷഹീദിനെ പേഴ്സണലി അപ്രീഷിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു റീച്ചിങ് ഔട്ട് ടു ദ സൊസൈറ്റി, റീച്ചിങ് ഔട്ട് ടു ദി വാട്ട് ഇസ് എ ബിസിനസ് കമ്മ്യൂണിറ്റി, അതൊരു കമൻറ്റബിൾ ആയിട്ടുള്ളൊരു എഫേർട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് സുക്കോവിനെ തോന്നിയ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള റേറ്റ് ഓഫ് ഇന്നോവേഷനും ഡൈവേഴ്സിഫിക്കേഷനും പലപ്പോഴും വലിയ ടഫാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ളൊരു ബോർഡിനെ കിട്ടി, ആ ബോർഡിൽ നിന്ന് ഡിസിഷൻസ് എടുത്ത് ഇട്രേറ്റ് ചെയ്ത് ഒരു സാഫ് അനാലിസിസിന് ഓരോ പ്രൊജക്റ്റും വിധേയമാക്കിയതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ ഒരു രീതി പലപ്പോഴും നമ്മളുടെ പല ബിസിനസ് എന്താ പറയുക ഓണേഴ്സിനും മിസ്സിങ് ആണ്. സുക്കുവ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെയൊക്കെ വലിയൊരു എന്താ പറയുക റിപ്പർട്ടോയർ ഓഫ് ഒരു 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 സോഴ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വലിയൊരു സോഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരു ലിറ്ററലി ഒരു ബോർഡിൻ്റെ ഫങ്ഷൻസ് ഇതാക്കാം, അതിൻ്റെ സ്ട്രാറ്റജി മെനയാം, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി അവർക്ക് ചെക്ക് ചെയ്ത് ശീലിക്കാം, അതേപോലെ തന്നെ കംപ്ലയൻസ് സ്റ്റാൻഡേർഡിനനുസരിച്ച് എങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാം, അതേപോലെ തന്നെ ആ റിസ്ക് റിവാർഡൊക്കെ ശരിക്കും ഇപ്പോൾ ഓരോ പ്രൊജക്റ്റ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ റിസ്ക് റിവാർഡ് എടുത്ത് അതിൻ്റെ ROI നോക്കിയിട്ടൊക്കെയാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു റേഷണൽ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ എടുക്കാം. അപ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു അവസരം കൊടുക്കുന്ന ബിസിനസ്സുകാർക്ക്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളുടെ സുക്കുവത്തിന് ഏകദേശം 37 ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആ ഒരു ഷെയർ ഹോൾഡിംഗ് സുക്കുവലിൽ അവരുടെ ഫാമിലിക്ക് വലിയൊരു സേഫ് ഗാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തത് ഗ്ലോബലി പോകുന്നതിൻ്റെ ഒരു സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ നമുക്ക് ഗ്ലോബലി പോക്കൊക്കെ ഭയങ്കര എളുപ്പമാണ്. ആ ഗ്ലോബലി പോകുന്ന യാത്രകൾ തന്നെ എത്ര മനോഹരമാണെന്നില്ലേ നമ്മൾ ഒരുമിച്ച് കൂടി പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഒരുപക്ഷെ നമുക്ക് നമ്മളുടെ സ്കൂൾ കോളേജ് കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോയ വലിയൊരു അനുഭവമായിരിക്കും അവരുടെ ഒപ്പം ട്രിപ്പുകളൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ട്രിപ്പുകൾ അവരെ ഈ സമയത്ത് അവരൊപ്പം പോയ ഗ്ലോബൽ യാത്രകളാണ്. ലൈക്ക് മെൻറ്റർ ആയിട്ടുള്ള കുറേ ആളുകൾ. അതെ അതെ, എനിക്കും അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ ഫാമിലി ബിസിനസ്സിൽ ആദ്യം ബിസിനസ്സിൽ ഡിപ്പ് ചെയ്ത് ബിസിനസ് അറിയാമെന്നുള്ള രീതിയിലായിരുന്നു ഫാമിലി ബിസിനസ് ചെയ്തിരുന്നത്. പക്ഷെ ബി സ്കൂൾ ഇപ്പോൾ സാറ് ബി സ്കൂൾ വന്നപ്പോഴാണ് എനിക്കൊരു പിക്ചർ കിട്ടിയത്. ആക്ച്വലി എനിക്ക് ബിസിനസ് അല്ല അറിയുന്നത്. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് M.Tech ഗ്രാജുവേറ്റ് ആണെങ്കിലും ഞാനൊരു ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, ആക്ച്വലി നോട്ട് എ ബിസിനസ് മാൻ. അത് റിയലൈസ് ചെയ്ത് എനിക്ക് ബി സ്കൂൾ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ റിയലൈസേഷനിലാണ് എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ട്, ഭയങ്കര ബിസിയാണെന്ന് തോന്നിയിടുന്നാണ് വീണ്ടും ഒരു കമ്പനിയിൽ ഞാൻ CEO ആയിട്ട് വന്നത്. സോ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ കാരണം എന്താണ് ബിസിനസ് എന്നുള്ളത് ശരിക്കും ഞാൻ പഠിച്ചു. അതിൻ്റെ ബിസിനസ് എന്താണ്, ജസ്റ്റ് ഫോർ നോട്ട് ലൈക്ക് ഒരു പ്രോഫിറ്റിന് വേണ്ടിയുള്ള ഒരു ബിസിനസ് മാത്രം ആവരുത് ബിസിനസ് എന്നുള്ളൊരു നമ്മുടെ കൂടെയുള്ള കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുക, അതിനെ ലോങ് വേർഷനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം മനസ്സിൽ വന്നപ്പോഴാണ് നമ്മളൊരു സോഷ്യലി നല്ലൊരു കാര്യമാണ് ബിസിനസ്സിലൂടെ ചെയ്യുന്നത്. നമ്മുടെ മാത്രമല്ല മറ്റുള്ളവർ കൂടെ ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ള സാറിൻ്റെ ഒരു മെൻറ്റർഷിപ്പിലാണ് ആക്ച്വലി എനിക്ക് ഇത്രയും അതുപോലെ ഞാനും ഒരുപാട് ഫ്രീ ആയി. കാരണം വെച്ചാൽ ആദ്യം എനിക്ക് ബിസിനസ്സിൽ ഞാൻ ഫുള്ളി ഡിപ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ സുക്കോവയോട് വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ലൈക്ക് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ആവണം, അപ്പോഴാണ് ബിസിനസ്സിന് അത് ഡെവലപ്മെൻറ്റ് കൂടുതൽ വരിക എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി, നമ്മുടെ എല്ലാ ഏതാണ്ട് സെയിം പ്രശ്നമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഷെയർ ചെയ്യാനും അവരോട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നതും പ്ലസ് ഒരു ബിസിനസ് കൂടെ അതിൻ്റെ കൂടെ ഡെവലപ്പ് ആവുന്നു. ലൈക്ക്
വിൻ വിൻ സ്ട്രാറ്റജിയാണ്. നമ്മൾ എന്തൊക്കെ ഇപ്പോൾ എന്തിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ആയാലും എന്ത് സ്പെൻഡ് ചെയ്യുന്നതും ഇപ്പം എനിക്കൊരു എക്സ്പെൻസിൻ്റെ ആവശ്യമില്ല. എല്ലാം കമ്പനി സുക്കോവ കമ്പനിയിൽ എന്ത് ചെയ്യുന്നത് ഓൾറെഡി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സ് എപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ സാറിൻ്റെ ഇതിലിപ്പോൾ ഞാനൊക്കെ നാട്ടിൽ വർക്ക് ചെയ്ത് പുറത്തോട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റാത്ത മീൻസ് ഗ്ലോബലി ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സമയമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഗ്ലോബലി ചിന്തിക്കാനും കഴിഞ്ഞ് അവിടെ കമ്പനിയും ഫോം ചെയ്ത് ഓൾ താങ്ക്സ് ടു യു സർ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ സാറുടെ ഒരു രീതിയിൽ ഇനി ഗ്ലോബലി പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഉള്ളവരോടും ഈ സുക്കോവയും ഗ്ലോബലി അതുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഷെയ്ദിന് അതിൽ ഏറ്റവും വലിയൊരു സാധനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിസിനസ്സുകാരൻ അവൻ്റെ ഒരു ബേസിക് ലൈഫിൻ്റെ പേർപ്പസ് ഡിഫൈൻ ചെയ്യുന്നതും ബിസിനസ്സിൻ്റെ പേർപ്പസ് ഡിഫൈൻ ചെയ്യുന്നിടത്താണ് അവൻ്റെ ഏറ്റവും വലിയ പിന്നെ ഒരു ക്യാച്ച് 22 സിറ്റുവേഷൻ കിടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ. കാരണം ഇപ്പോൾ നമ്മൾ ഫോർഡിൻ്റെ കേസ് സ്റ്റഡി കണ്ടിരുന്നു. അതിൽ ഡെമോക്രറ്റൈസിങ് ദി ഓട്ടോമോട്ടീവ് പവറാണ് ബേസിക്കലി ഫോർഡ് ചെയ്തത്, എല്ലാവരിലേക്കും എത്തിക്കുക. അതേസമയത്ത് അത് വെച്ചൊരു കാശുണ്ടാക്കുന്ന ഒരു ലക്ഷ്യം അഥവാ ഫോർഡ് വെച്ചിരുന്നെങ്കിൽ എൻഡിൽ അദ്ദേഹത്തിന് ആ കാശുണ്ടാക്കുന്ന ലക്ഷ്യമാണ് ബേസിക്കലി ഫോർഡിനെ തകർക്കുന്നത്. നമ്മൾ ആ കേസ് സ്റ്റഡി കണ്ടത്. അതേസമയത്ത് ഇന്നത്തെ ക്ലാസിക് എക്സാമ്പിൾ കമ്പനികളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഡെമോക്രറ്റൈസിങ് ദി കമ്പ്യൂട്ടിംഗ് പവർ ആപ്പിൾ എടുത്ത വിഷൻ, അല്ലെങ്കിൽ ഡെമോക്രറ്റൈസിങ് ദി വോട്ട്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഫർമേഷൻ പവർ ഗൂഗിൾ എടുത്തത്, ഡെമോക്രറ്റൈസിങ് ദ കൊമേഴ്സ് ഈബേ എടുത്തത്. പക്ഷേ ഈബേൻ്റെ വലിയൊരു പ്രശ്നം അത് ആളുകളെ മേലെ അതിൻ്റെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അവർ ഇട്ടെങ്കിലും പിന്നെ ഒരിക്കലും ഒരു ബയറും സെല്ലറും പേടിച്ചിട്ടായിരുന്നു അതിൽ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഹിക്കപ്പ് ഒഴിവാക്കിയാണ് ആമസോൺ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് മാറിയത്. അപ്പോൾ ഏതൊരു ബിസിനസ്സും ഒരു ബ്രോഡർ പേർപ്പസിൽ സൊസൈറ്റിക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു പെർപ്പസ് ഓണറെ കയ്യിലുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഓട്ടോമാറ്റിക്കലി പണം ജനറേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ ഏതൊരു ബിസിനസ്മാൻ പണത്തിന് വേണ്ടി അത് കളിക്കുന്നു, ഐ ഡോണ്ട് തിങ്ക് സോ ആ ബിസിനസ് അധികാലം പോകുന്നില്ല. അപ്പോൾ പല ബിസിനസ്സുകാരും ആ ഒരു ട്രാപ്പിലാണ്. അപ്പോൾ അത് കുറേ കൂടി ഭയങ്കര രസകരമാണ്. കാരണം അതിലെപ്പോഴും നമുക്ക് ചേഞ്ചസ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ എടുക്കും. മറ്റേലൊരു ചേഞ്ച് വന്ന് അടിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പം തന്നെ എല്ലാ ബിസിനസ്സുകളും പറഞ്ഞ് കാംവാട്ടർ മെറ്റാഫറിന് പകരം വൈറ്റ് വാട്ടർ മെറ്റാഫറാണ്. കാംവാട്ടർ മെറ്റാഫർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസിഡ് ആയിട്ടുള്ള ലേക്കിൽ നമ്മളൊരു ബോട്ട് ഓടിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഒരു 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഊട്ടിയിലെ പൈക്കാര ലേക്ക് നമുക്കറിയാം വിൻഡും സ്റ്റോംസും ഒന്നും ഇല്ലെങ്കിൽ എക്സാക്ട്ലി നമ്മൾ അതിൻ്റെ അപ്പുറത്ത് എത്തുന്നതാണ് കറക്റ്റ് ടൈമിൽ. അതേസമയത്ത് നമുക്ക് ഹിമാലയത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു അരുവിയിൽ നമ്മൾ 6 പേരും റിവർ റാഫ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ റാപ്പിഡ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ റോക്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഭയങ്കര കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും പണിയെടുത്തില്ലെങ്കിൽ നമ്മൾ ഒപ്പല്ലൊരുത്തരം എന്താക്കും അതിലേക്ക് എടുത്ത് എറിയും. ഇന്നത്തെ ഓർഗനൈസേഷൻ അങ്ങനെയാണ്. അപ്പോൾ ചേഞ്ച് അത്രയും വന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേഞ്ച് ലീഡർഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ആക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്മാൻ അങ്ങനെ അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ ആ ബിസിനസ്മാൻ്റെ ലൈഫ് വീണ്ടും ഒരു ബ്രോഡർ പേർപ്പസിലേക്ക് പോകുക എനിക്ക് തോന്നില്ല. പല ബിസിനസ്സുകാരും ഇതൊക്കെ കോൺഫിഗർ ചെയ്യുന്നിടത്താണ് അവരുടെ ഒരു പരാജയം. മൂന്നാമത്തെ ഒരു വലിയൊരു ഡിഫിക്കൽറ്റി എനിക്ക് തോന്നിയിടത്തോളം ആ ഒരു തിങ്കിങ് ഗ്ലോബൽ തന്നെയാണ്. ഇപ്പോൾ ഷഹീദിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഷഹീദിനെയും പിന്നെ ജേഷൻ ഷുക്കൂറിനൊക്കെ ബേസിക്കലി പാരൻസ് പലപ്പോഴും ആ ചെറുപ്പത്തിൽ തന്നെ UK-ലും മുപ്പരാണെങ്കിൽ റഷ്യയിലേക്കൊക്കെ അയച്ചുകൊണ്ട് എന്തായാലും ഒരു 4 കൊല്ലം 3 കൊല്ലം ഇപ്പോൾ ഷെയ്ദ് അവിടെ പോയിട്ട് M.Tech ചെയ്തു മാഞ്ചസ്റ്ററിൽ പോയിട്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എത്ര കുറവുകളുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ആ 2 വർഷത്തെ UK ജീവിതവും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയുക ഇന്നോവേഷനും ചേഞ്ചും ഗ്ലോബലി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ലീഡറായിട്ടാണ് നീ എപ്പോഴും നിന്നെ പിക്ചർ ചെയ്യുന്നത്. കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ് മാറുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഈ ചൂസ് ചെയ്യുന്ന ട്രിപ്പിനുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ബാച്ചിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഗൂഗിളിൽ പോയതും അതേപോലെ തന്നെ ഡിസ്നിലാൻഡിലൊക്കെ പോയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ തന്നതും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞാനത് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് പല കുട്ടികളൊക്കെ ഇവിടെയൊക്കെ പോയി തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സൈഡിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ഒരു ബ്രോഡർ പേർപ്പസിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ മാറ്റുക. രണ്ടാമത്തെ അത് ജനങ്ങൾക്ക് മാത്രമല്ല എംപ്ലോയീസിന് വേണ്ടി ഉപകരിക്കുന്ന രീതിയിലാക്കുക. മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ചിനെ അബ്സോർബ് ചെയ്യുക. അതായത് ഒരു പ്ലാനിങ് ഫോർ ചേഞ്ചിൻ്റെ ഓർഗനൈസേഷൻ ആക്കുക, അല്ലാതെ പ്ലാനിങ് നെസസിറ്റേറ്റഡ് ബൈ ചേഞ്ച് ആക്കരുത്. മൂന്നാമത്തെ ഒരു സാധനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
ഒരു ബ്രോഡ് ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് വെച്ച് പിന്നെ കൾച്ചറൽ കോഷൻസ് ഡെവലപ്പ് ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും വിസിറ്റ് ചെയ്യാനും അവിടൊക്കെ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരന് ഭയങ്കരമായിട്ട് മാറുന്നില്ലതാണ്. അതിന് കുറേ ഉദാഹരണങ്ങൾ നിങ്ങളെ ക്ലാസ് തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീയും അതേപോലെ തന്നെ ടു സം എക്സ്റ്റെൻറ്റ് പ്രിംഷാദ്, ജല, ഇവരൊക്കെ ഒരു ഗ്ലോബലി പോയ കുറേ ബിസിനസ്സുകാരാണ്. ഇപ്പോൾ എന്നോട് പറഞ്ഞു മറ്റേ UAE തന്നെ ഇപ്പോൾ എൻ്റെ AI കമ്പനി എവിടെയായിരുന്നത്, DIFCയിൽ ഈ പറഞ്ഞു കിട്ടിയ എല്ലാവർക്കും ഒപ്പം തന്നെ എന്തായി മറ്റേ ഗോൾഡൻ വിസ ആയി എന്ന് പറഞ്ഞു. അവിടുത്തെ ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ് നമുക്ക് ഓഫീസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 90% ഡിസ്കൗണ്ടിലാണ്. അതെ. അപ്പോൾ പലപ്പോഴും AI ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നീ അതിൻ്റെ ഒരു കമ്പനി ബിൽഡ് ചെയ്യണം. അപ്പോൾ ജലനെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ആണ് ബേസിക്കലി നമ്മളെ ബാച്ചിലുണ്ടായിരുന്നത്. പലപ്പോഴും മൂപ്പര യാത്രകളൊക്കെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും റഷ്യയിലും അതേപോലെ തന്നെ US-ലും. ഇപ്പോൾ റോബർട്ടോ കിയോസാക്കിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ മൂപ്പര് നമ്മളെ ക്ലാസ്സിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ ഓരോ എന്താ പറയുക പേഴ്സണൽ എന്താ പറയുക മോട്ടിവേറ്റേഴ്സിൻ്റെ അടുത്തും പോയിട്ട് ഊർജ്ജം ആവാഹിക്കുന്ന ചില എന്താ പറയുക വിമത്സന മെഡിറ്റേഷൻ പോയിട്ട് നോക്കൽ, ഓഷോൻ്റെ കമ്മ്യൂണിറ്റി പോക്ക്, ഇങ്ങനെ പല കാര്യങ്ങളും മൂപ്പറിലുണ്ടെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ്സിനെ ഗ്ലോബലി കൊണ്ടുപോകാൻ കുറേ ആംഗിൾ, കുറേ ഡയമെൻഷൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്താറുണ്ട്. സെയിം ദ കേസ് വിത്ത് പ്രിംഷാദ് ഓൾസോ. ഇപ്പോൾ UAE നമുക്കറിയാം റിഫൈനറി അവൻ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും അവൻ്റെ ഈ ബി സ്കൂളിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനും പ്രിൻഷാദ് അതിൽ പാർട്ട്ണറാണ്. വെരി ഗുഡ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പം എനിക്ക് തോന്നുന്നത്തോളം നിങ്ങളെയും ആ ഒരു ഗ്ലോബൽ തിങ്കിങ്ങിൽ ബിസിനസ്സുകാരെ പൊക്കിനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സമ്മർ അതർ നമ്മൾ പറയേണ്ട ഒരു ബിസിനസ് ഗ്രൂപ്പാണ് നമ്മളുടെ ഇതിലെ ഇവർ എന്താ പറയുക പേര് മറ്റേ ട്രോപ്പിക്കൽ റൂട്ട്സ്. അവരിപ്പം ഓസ്ട്രേലിയയിലേക്കും UK-യിലേക്കും കാനഡയിലേക്കും US-ലേക്കൊക്കെ അവരുടെ ഷിപ്മെൻ്റ് അയക്കൽ തുടങ്ങി. അപ്പം ഒരു കണക്കിൽ ഒരു ഗ്ലോബൽ വിഷൻ നമ്മളെ നാട്ടിൽ നിന്ന് പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹീദ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പോസിബിൾ. ദ ഓൺലി തിങ് ഈസ് ആ ഒരു റിസ്ക് എടുക്കാനും അതിലേക്കൊന്ന് പോയിട്ട് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തൻ്റെ ഇടാണ് എന്താ വേണ്ടത് ബിസിനസ്സുകാരൻ കാണിക്കേണ്ടത്. നമുക്ക് എക്സ്പീരിയൻസ് ആണ് യൂട്ടിലി. ഓരോ ബിസിനസ് ആളുകൾക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഞാൻ എപ്പോഴാണ് നോക്കുന്നത്, നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ UAE ഗൾഫിൽ പോയിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ചാടിപ്പോയി ചെയ്യുന്നേക്കാളും ബെറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് പാർട്ട്ണറിങ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഹസൽസ് അവരുണ്ടാക്കിയ മിസ്റ്റേക്സ് പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഗൾഫിലുള്ളവരെല്ലാം നാട്ടിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബിസിനസ് നാട്ടിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മളിവിടെയും ടീമുണ്ട്. സോ ആ ഒരു പാർട്ട്ണറിങ് സിസ്റ്റത്തിൽ പോകുമ്പോഴാണ് ഈ ബിസിനസ്സുകൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഇല്ലെങ്കിൽ ആ മിസ്റ്റേക്കിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകണം. കാരണം നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന സിസ്റ്റമേ അല്ല പുറം രാജ്യങ്ങളിലുള്ളത്. എൻ്റെ ഇപ്പം ഈവൻ UAE-യിലുള്ള സിസ്റ്റം അല്ല സൗദി അറേബ്യയിൽ. ഞാൻ UAE, സൗദി ഇവിടെ എല്ലാം ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് പോയി. ഓരോ രാജ്യത്തിനും ഓരോ സിസ്റ്റം. ഈവൻ UAE-യും സൗദി അറേബ്യയും വരെ എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അവരുടെ സിസ്റ്റം കൾച്ചറും ഒക്കെ ഡിഫറൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഈ സുക്കോവയിലൂടെയാണ് എനിക്കിപ്പോൾ ഈ ബി സ്കൂളുള്ളതുകൊണ്ട് എവിടെയും ഒരു ഫോൺ കോളിൽ കിട്ടും ഇവിടെ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്. ഇപ്പം നജീബ് സാറ് നിങ്ങളുടെ സൗദി ബി സ്കൂൾ ചെയ്യുന്ന നജീബ് സാറാണ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെ പറഞ്ഞാൽ ആദ്യം തന്നെ വന്ന് സൗദിയിൽ കമ്പനി ഫോം ചെയ്യരുത്, അവിടെ ബിസിനസ് ആദ്യം UAE പോലെ കണ്ട് കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള കമ്പനിയിൽ പോയിട്ട് രാജ്യത്ത് പോയിട്ട് ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ട് വേണം മറ്റുള്ള രാജ്യം. ഞങ്ങളെ സംബന്ധിച്ചോളം അതാണ് എളുപ്പം. കാരണം വെച്ചാൽ 90% ബിസിനസ്സും ഇന്ത്യയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൊളാബറേഷനും ആ ഒരു എക്സ്പീരിയൻസും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ആ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും മുഴുകിയിരിക്കും വേണം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകും. സാറുള്ളത് കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ടൈമാണ് ഈ ബിസിനസ്സിലോട്ട് വരുന്നത്. ഓക്കെ, ഞാൻ ചെയ്തതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ ഒരു ബിസിനസ്സുകാരൻ ഗ്ലോബൽ ഗ്രോത്തിന് പോകുമ്പോൾ ഉണ്ടാക്കേണ്ട ഒരു സ്കില്ല് ക്രിട്ടിക്കൽ റീസണിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം നമുക്ക് US UK യൂണിവേഴ്സിറ്റികളിലും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു മദർ ഓഫ് സ്കില്ലായിട്ടാണ് പലപ്പോഴും ഒരു ക്രിട്ടിക്കൽ റീസണിങ്ങിനെ അവതരിപ്പിക്കുന്നത്. ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു പ്രൈമോഡിയൽ മനുഷ്യൻ വന്ന സമയത്ത് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയപ്പോൾ 4 എബിലിറ്റിയാണ് നമുക്കില്ലത്. ഒന്ന് ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ഇൻഫർമേഷൻ പെർസീവ് ചെയ്യുക, അതിൻ്റെ ഡേഞ്ചർ റിവാർഡ് നോക്കുക, പിന്നെ ആ ഡേഞ്ചർ റിവാർഡിനെ വെയ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻ നടത്തുക. ഇതാണ് ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ ഒരു ChatGPT ആയാലും ഗ്രോക്ക് ആയാലൊക്കെ നമുക്ക് എടുത്തു തരുന്ന സാധനം. അപ്പോൾ
ഇതിലേറ്റവും വലിയൊരു ഇഷ്യൂ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് രാവിലെ നമ്മളുടെ വോട്ട് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് പോവുകയാണ്. അപ്പോൾ ആളുകളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിന് എന്താക്കുന്നത് ചൂസ് ചെയ്യണത്. അതിൻ്റെ ഒരു ഡേഞ്ചർ റിവാർഡ് നോക്കുന്ന ആൾക്കാരുണ്ടാവും, അത് നോക്കാത്ത ആൾക്കാരുണ്ടാവും, ടേസ്റ്റ് നോക്കുന്ന ആൾക്കാരുണ്ടാവും, ഹെൽത്ത് നോക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നിട്ടാണ് അതിലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻ നടത്തുന്നത്. പലപ്പോഴും ബിസിനസ്സുകാർ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത് ഗ്ലോബൽ ബിസിനസ്സിലും ഇതിലൊക്കെ. ഇപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഒരു അനുഭവം ഉണ്ടായത് ഗൾഫിലെ ബിസിനസ് തന്നെ. ഞാനിപ്പോൾ ഇൻവോൾവ് ചെയ്തൊരു ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇന്നലെ അവരേക്കെന്ന് അറിയുന്നത് ഞങ്ങൾക്ക് ക്യാഷ് ഡി അതേപോലെ തന്നെ വേറെ പിയേഴ്സിൻ്റെ ഒന്നും ലൈസൻസ്. പക്ഷെ ഞാൻ ആ ഒരു പ്രൊജക്റ്റ് എടുത്ത സമയത്ത് അവരിൽ നിന്ന് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കേട്ടിരുന്നൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, അത് അത്ര മൈൻഡ് ചെയ്യാതെ പോയി എന്നുള്ളത്. മിനിമം ആ ഒരു ലൈസൻസിങ് ഫാക്ടർ നമ്മൾ ഫസ്റ്റ് നോക്കണ്ടല്ലേ. അപ്പോൾ ഒരുപക്ഷെ ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സംഭവത്തിന് നമ്മൾ ഒരു പ്രൊജക്റ്റിലേക്കോ ഒരു ഗ്ലോബൽ രാജ്യത്തേക്കോ പോകുമ്പോൾ നമ്മളുടെ സ്കെപ്റ്റിസിസം, അതിനെ ഒന്ന് സിനിക് ആറ്റിറ്റ്യൂഡിൽ കാണാനുള്ള ചിന്ത, അതേപോലെ തന്നെ നമ്മളുടെ ഒബ്സർവേഷന്, അതേപോലെ ഡെപ്തിൽ നമ്മളുടെ ഒരു അനാലിറ്റിക്കൽ റീസണിങ്, അതേപോലെ തന്നെ ആ എൻവയോൺമെന്റിൽ പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും ത്രെഡിനെടുത്തിട്ട് പ്രോബ് ചെയ്യൽ, എന്നിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിവാർഡ് ആൻഡ് വാട്ട് ടു സേ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കോൺസിക്വൻസസ് സംഭവം മനസ്സിലാക്കിയിട്ടില്ലേ ഒരു കൺക്ലൂഷനിൽ ബിസിനസ്സുകാരെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നത്തോളം ബിസിനസ്സുകാർ കുറേ കൂടി റിസ്ക് ഫ്രീ ആയിട്ടില്ലേ, കുറേ കൂടി റിസ്കിനെ നല്ല രീതിയിൽ എടുക്കുന്ന കാൽക്കുലേറ്റഡ് ആയിട്ടില്ലേ പിന്നെ ഡിസിഷൻസ് എടുക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ ഷഹീദും പ്രിംഷാദും അതേപോലെ തന്നെ ജലൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ നിങ്ങളെ ബാച്ചിൽ നിന്ന് ഞാൻ അതാ കണ്ടിട്ടില്ലത്. അതായത് ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും ഒരു 5 ഡിഷൻ എടുക്കൂല, എക്സ്ട്രീം റിസ്ക് കൊടുക്കൂല, എന്നാൽ എപ്പോഴും ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്താവുന്നുണ്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷഹീദ് പറഞ്ഞു, ഇപ്പോൾ UAE കൾച്ചർ ഡിഫറെൻ്റ് ആണ്, സൗദിയിലെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിലൊക്കെ ഷഹീദിൻ്റെതായ ഒരു കൺക്ലൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്ട് യാത്ര പോകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടുത്തെ ബിസിനസ് നെറ്റ്വർക്കുകൾ, അവിടുത്തെ ബിസിനസ് സിസ്റ്റംസ്, ഇതിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളെ പ്രോബ് ചെയ്യൽ തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ നമ്മളെ സെക്കൻഡ് ബാച്ചിലെ നാഷിഫ് ഇന്നിപ്പോൾ പോഡ്കാസ്റ്റിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവൻ പറയാണ്, പിന്നെ എൻ്റെ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ചൈനക്കാരൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് പ്രിന്റിന് വേണ്ടി വന്നു. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ സംസാരിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഞാനെന്നിട്ട് ആ പ്രിന്റ് പോയിട്ട് എന്താക്കി എടുത്തു കൊടുത്തു. പിന്നെ അയാൾ എൻ്റെ ഒപ്പം ബന്ധപ്പെട്ടു. അവന് ഒരു മാസത്തോളം പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവൻ അവിൽ മിൽക്കും എല്ലാം കൊടുത്തു. ഞങ്ങൾ ആകെ ആംഗ്യഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കുന്ന ഓപ്പോൻ്റെ ഒരു റീജിയണൽ ഹെഡാണ് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അയാൾ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഫ്ലാറ്റ് എടുത്ത് നിൽക്കുകയാണ്. നമ്മൾ ഓരോ മാർക്കറ്റും അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാഷിഫിന് വലിയൊരു ഓർഡർ കൊടുത്തിട്ടാണ് ആ ബിസിനസ്മാൻ എന്തായത് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതി നമ്മളൊക്കെ എന്താക്കേണ്ടതുണ്ട്, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ നാട്ടിലെ പാരന്റ് നമ്മളെ നാട്ടിലെ ഓർഗനൈസേഷന് പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കി അതിനെ ഓഡിറ്റ് ചെയ്ത് അതിനെ പ്രോപ്പർലി ഡെലിഗേറ്റ് ചെയ്തിട്ട് അത് നമ്മളെ കയ്യിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ വേരിയബിൾസ് പോകുന്നത് ഉറപ്പുവരുത്തുന്നത് എന്താവണം ചെയ്യണം. എന്നിട്ടാണ് അതിനെ വിട്ടുകൊടുക്കേണ്ടത്. അതെ, എൻ്റെ ഒരു ജേണിയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ വേറൊരു പഠിച്ച മെയിൻ സംഭവമാണ് ഹൗ നോട്ട് ടു ഡു ദ ബിസിനസ്. ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുടെ ഒരു വലിയൊരു ഡിഫക്റ്റ് എന്ന് വെച്ചാൽ അവന് കാണുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ചില ആളുകൾ എല്ലാത്തിലും കയറി പിടിക്കും, എല്ലാ ബിസിനസ്സിലും. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഇമോഷണലി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം ആ കാര്യത്തിൽ. ഇപ്പോൾ സാറ് പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് കണ്ടാൽ അത് 10 വർഷം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. നമുക്കെങ്ങനെ ഇമ്പാക്ട് ചെയ്യും, നമ്മുടെ ഫാമിലി എങ്ങനെ ഇമ്പാക്ട് ചെയ്യും. ഇപ്പോൾ ഗ്ലോബലി സാറ് പോകുന്നപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഗ്ലോബലി ഞാൻ പോകുമ്പോൾ ഞാൻ മാത്രം പോകുന്ന കാര്യമായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. പിന്നെയാണ് ആലോചിച്ച് ഞാൻ അവിടെ പോയി നിന്നാൽ കൂടുതൽ നിൽക്കേണ്ടി വന്നാൽ എൻ്റെ ഫാമിലി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ സ്കൂളിങ്, അവർക്കത് ഇഷ്ടമാണോ അല്ലേ എന്നുള്ള നമുക്ക് ഒരുപാട് പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൺഫേം ചെയ്യണം. എന്നിട്ട് മാത്രമേ ബിസിനസ്സിന് എന്ത് ചെയ്യുള്ളൂ, അങ്ങോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു രീതിയിലായതുകൊണ്ട് ഞങ്ങളൊക്കെ ലിമിറ്റ് ചെയ്ത് ചെയ്യുന്ന ബിസിനസ് വളരെ വൃത്തിയായിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. എൻ്റെ ഒരു ഇതിൽ ഒരു 90% ഏത് ബിസിനസ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്താൽ അത് സക്സസ്ഫുൾ ആവും, അത് പ്രോഫിറ്റബിൾ ആവും. അതാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജിയുള്ള എൻ്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ എൻഡ് വരെ നമ്മൾ എന്തായിരിക്കണം പോകണം. അതിൻ്റെ മിഡിൽ പല കാരണങ്ങളാൽ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരായിരിക്കും ചിലപ്പോൾ നമ്മൾ കൂടുതൽ തളർത്തുന്നുണ്ടാവുക. പക്ഷെ അത് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഓരോ ചേഞ്ചസും വരും, പല പല ചേഞ്ചസ് ആണ് ബിസിനസ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും വലിയ ചേഞ്ചാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പക്ഷെ അതിന് ഇപ്പോൾ ലിനക്സിൻ്റെ ഫൗണ്ടർ പറയുന്നത് അതിന് 10% ഹൈപ്പും അല്ല 90% ഹൈപ്പും 10% റിയാലിറ്റി ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടുകൊടുത്തപ്പോൾ എനിക്ക് IT കമ്പനി ഉണ്ട്, ടാറ്റ HQ, ബ്രിക്ലി എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമുള്ള സോഫ്റ്റ്വെയർസ് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും AI ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി AI ഇല്ലാണ്ട് പറ്റില്ല. കാരണം അത്രയും ചേഞ്ചസ് ആണ് AI കൊണ്ടുവരുന്നത്. ഒരു ഇലക്ട്രിസിറ്റി പണ്ട് കണ്ടുപിടിക്കുന്നതിന് മുന്നേയും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അത്രയും ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത് AI വരുമ്പോൾ ഇനിയുള്ള എല്ലാ ബിസിനസ്സിനും നമ്മുടെ ലൈഫിനും വരാൻ പോകുന്നത്. ഇതാരും ആക്ച്വലി റിയലൈസ് ചെയ്യുന്നില്ല. കുറച്ച് കഴിയുമ്പോഴായിരുന്നല്ലോ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടല്ലോ. ഇപ്പോൾ 2001 ഐ തിങ്ക് 1999 തോന്നുന്നു .com വന്നപ്പോൾ ആരും ഓപ്പർച്യൂണിറ്റി എടുത്തില്ല. അങ്ങനെ ഓരോ സമയത്തും ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് വരുന്നത്. അതിൽ പറ്റൊരു എനിക്ക് തോന്നുന്നു നമ്മളെ ജനറേഷന് വരുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് AI. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ AI എങ്ങനെ നമ്മുടെ കമ്പനീനെ ട്രാൻസ്ഫോം ചെയ്യും, എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എങ്ങനെ അത് ചേഞ്ച് വരുന്ന എനിക്ക് രീതിയിൽ? മാത്രം പിന്നെ ഒരു സാധനം ഇപ്പോൾ സത്യനാഥനിൽ ഈ അടുത്ത കാലത്തായിട്ട് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. എല്ലാവർക്കും ഒരു പിങ്ക് സ്ലിപ്പ് കിട്ടാൻ സാധ്യത ഉണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റിനോ 60-70% പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത് ഇപ്പോൾ AI ആണെന്നില്ല. അതേപോലെ തന്നെ സിംഗപ്പൂരിലെ പ്രമുഖ ബാങ്കിൻ്റെ CEO പറഞ്ഞു എൻ്റെ ജോബ് വരെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാളും വലുത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ നമ്പർ 1 സോഫ്റ്റ്വെയർ ആണ്, CRM സോഫ്റ്റ്വെയർ ആണ് സെയിൽസ് ഫോഴ്സ്. അതിൻ്റെ CEO പറഞ്ഞൊരു 49-50% പ്രൊഡക്ടിവിറ്റി ഇപ്പോൾ AI ആണ് കൊണ്ടുവരുന്നത് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഈ ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് AI വന്നു തുടങ്ങിയെന്നില്ലതാണ്. ഇപ്പം ഒരു പക്ഷേ ഇപ്പം നമുക്ക് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ധാരാളം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു മോഡൽ എന്താണ് നമ്മളുടെ ആ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് അതിൻ്റെ ഫാക്ടേഴ്സിനെ വെയ് ചെയ്യുന്നിടത്ത് മനുഷ്യൻ എപ്പോഴും ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലപ്പോഴും ഈ കിട്ടുന്ന ഡാറ്റനെ ഒരു മെഷീൻ പവറിനത് എന്താ പറയണ ആ ഒരു സംഭവം ഒരുപക്ഷെ നമ്മളെക്കാളും പവർഫുൾ മെഷീൻ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് അഗെയിൻ ഇനോ അതിലേറ്റവും വലിയൊരു ഫാക്ടർ ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഏറ്റവും വലിയ ഫാക്ടർ ഒരു സൈഡിൽ ഇപ്പോൾ ഹിൻഡണ് ഇപ്രാവശ്യത്തെ ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് വിന്നർ ഹിൻഡനാണ് ബേസിക്കലി എഐൻ്റെ മോഡേൺ എഐൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ബെർക്ക്ലി ക്യാമ്പസ് US ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ വലിയ പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ കൂടി അദ്ദേഹത്തിനേക്കാളും കൂടുതൽ ഹിൻഡനാണ് വാഴ്ത്തപ്പെടുന്നത്. കാരണം ഈ ഹിൻഡണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് ശേഷം മെഷീൻ ലേണിങ്ങും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഗൂഗിൾ ബ്രെയിനിൽ പോയി ജോയിൻ ചെയ്ത് ChatGPTൻ്റെ എല്ലാ ഓരോ ബേസിക് മോഡലും ഹിൻഡൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത്. പക്ഷേ ഹിൻഡൻ പറഞ്ഞ വലിയൊരു ഫാക്ടർ ഉണ്ട്. ഒരു 2050 ശേഷം ഒരു 2020 ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ AI-ൻ്റെ കുറേ ദൂഷ്യഫലങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു 20-25% മാൻകൈൻഡ് ഇതുകൊണ്ടുകൂടി നശിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആ ഒരു പിന്നെ സംഭവത്തിനെ വാർഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനൊരു പുതിയ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തത്. അപ്പം പക്ഷേ ഇതിലിപ്പോഴും ഇനി മനുഷ്യന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ന്യൂയോർക്കിലെ മേയർ വന്നത്, അതേപോലെ തന്നെ എക്സ്ട്രീം സോഷ്യലിസ്റ്റ് ലീഡർഷിപ്പിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻസ് ബേസിക്കലി ജോബ്സ് ജനറേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ജനങ്ങൾ, അതായത് ഇപ്പോൾ ഒരു കോർപ്പറേഷൻസ് കൺസ്യൂമേഴ്സിന് ഉപകരിക്കണം, അതേപോലെ തന്നെ അതിലെ എംപ്ലോയീസിന് ഉപകരിക്കണം. അപ്പം ആ ഒരു മൂവ്മെൻറ്റ് എനിക്കറിയില്ല എത്രത്തോളം ജോബിനെ ബേസിക്കലി പോയിട്ട് ഡിസ്റപ്റ്റ് ചെയ്യുന്നില്ലേ. അത് വല്ലാതെ ഡിസ്റപ്റ്റ് ചെയ്ത് ബിസിനസ് ഓർഗനൈസേഷൻ കംപ്ലീറ്റ്ലി പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ യുനോ ആ ഒരു ബാലൻസിങ് ഭയങ്കര ടഫായിരിക്കും. വേൾഡിൽ ഭയങ്കരമായിട്ട് ഇതിനെതിരെ പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ത്രെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബയോ ഹാക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ എന്താ പറയുക കെമിക്കൽ വേവിനെ ഒരു കമ്പ്യൂട്ടർ നമുക്ക് ബയോ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ കമ്പ്യൂട്ടറിനനുസരിച്ച് എന്താക്കാം തിരിച്ചു വിടാം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ ലിബർട്ടേറിയനിസത്തിലെ ഏറ്റവും വലിയ സാധനമാണ് ഒരു മനുഷ്യന്റെ ഫ്രീ വില്ല്. ആ ഫ്രീ വില്ല് ഇപ്പൊ എന്റെ ഫ്രീ വില്ല് ഒരിക്കലും ഷഹീദിന് അറിയുന്നില്ല, ഷഹീദിന്റെ ഫ്രീ വില്ല് ഞാൻ ഒരിക്കലും അറിയുന്നില്ല. അതുവരെ ഇനി എടുക്കുന്നില്ലാണ് പറയുന്നത്. അപ്പോൾ നമ്മളെക്കാളും നമ്മളെ അറിയുന്നതാണ് പറയുന്നത്. അതെ. അപ്പം അതൊക്കെ ഒരു ഇൻട്രൂഷൻ ഓഫ് പ്രൈവസി ആയിട്ട് എനിക്ക് തോന്നിയത്. രണ്ടാമത്തത്
ഇതിൻ്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ചാൻസിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം സ്കൂൾസിലായാലും കോളേജിലായാലും ഇപ്പോൾ കുട്ടികൾ ChatGPT യൂസ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഗ്രോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ജെമിനിയും ChatGPT ഒക്കെ യൂസ് ചെയ്യാം, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾ സ്വന്തമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അനാലിസിസും സ്വന്തമായിട്ടുള്ള ഒരു കൺക്ലൂഷനും നടത്തിയിട്ടില്ലെങ്കിൽ അത് നഷ്ടമാവുന്ന എനിക്ക് തോന്നുന്നു. അവരുടേതായ രീതിയിൽ അതിനെ ഡെവലപ്പ് അതിൽ നിന്ന് എങ്ങനെ ഇൻകം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും നമ്മൾ നോക്കണം. അതെ അതെ, എനിക്ക് മാത്രം ഈ പ്രൊഡക്റ്റീവ് പേർപ്പസിന് അത് എന്തായാലും ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബട്ട് അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റീവ് പേർപ്പസിന് കിട്ടുന്ന ഇൻകം തന്നെ ബിസിനസ്സുകാർ പലപ്പോഴും ഒരു സോഷ്യൽ ബാലൻസിങ്ങിന് കഴിയുന്നതും അവർക്ക് അത് ചെയ്യാനും പറ്റണം. അങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റം വരികയാണെങ്കിലായിരിക്കാം ഒരു പക്ഷേ നിൽക്കൽ. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ വലുത് തോന്നിയ ഇതിനോ ഈ ബയോടെക് അതിൻ്റെ ഇൻഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആപ്പിളിൻ്റെ വാച്ച് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്ലീപ്പ് അനാലിസിസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു വാച്ച് ദുബൈയിലൊക്കെ ഭയങ്കര പോപ്പുലറാണ്. എൻ്റെ കൂട്ടുകാരൻ ഷമീറൊക്കെ എപ്പോഴും അത് ഇടും. അതിൻ്റെ പേര് വൂപ്പ്. അപ്പോൾ വൂപ്പിൽ പ്രത്യേകത അവൻ പറഞ്ഞതിനോട് എല്ലാ ഓരോ ഫിസിയോളജിനെ അതിന് എന്താക്കാൻ പറ്റും, മാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ കോവിഡിന് കിടന്ന സമയത്തൊക്കെയാണ് എനിക്ക് മനസ്സിലായത്, അഥവാ എൻ്റെ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ എൻ്റെ ബേസിക് ഫിസിയോളജിയായിട്ട് ഒരു ബോട്ടുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര എളുപ്പത്തിൽ അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു, മരുന്ന് കൊടുക്കാമായിരുന്നു. എന്റെ ഗ്രൂപ്പിൽ തന്നെ എന്നോട് പറയും റെസ്റ്റ് എടുത്തോളൂ, പനി വരാനുള്ള ചാൻസ് ഉണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ പറയും നിങ്ങൾ സ്ലീപ്പ് ശരിയല്ലായിരുന്നു, ഇന്ന് കുറച്ച് ടയേർഡ് ആയിരിക്കും. എനിക്ക് ലിറ്ററലി നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു തവണ ശരിക്കും കിടന്നുറങ്ങി പോയപ്പോ പറഞ്ഞു നിങ്ങള് സ്ലീപ്പ് ഡെപ്ത് എല്ലാം തീർന്നിട്ടുണ്ട്, കുറച്ച് ആക്റ്റീവ് ഇനി തൊട്ട് ആക്റ്റീവ്നെസ് കൂടിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് അവർ അത്രയും വൂപ്പ് അത്രയും അനലൈസ് ചെയ്യുന്നത്. 20 ദിവസം നമ്മള് അത് വേറെ ചെയ്താലേ അവർ കംപ്ലീറ്റ് റിസൾട്ട് അവര് തരുന്നുള്ളൂ. അതെ അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് പലപ്പോഴും ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ഡോക്ടറെ ഒരു എൻവയോൺമെന്റൽ അനാലിസിസിൽ ഒരു കൺക്ലൂഷനിലാണ് നമ്മളെ മെഡിക്കേഷനൊക്കെ എടുക്കുന്നത്. അതിന് പകരമായിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബോട്ട് വരികയാണ്. നമുക്ക് അത് നമ്മളുടെ ബോഡിയിലെ ഒരു ബയോടെക് സെൻസറുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് ജൻസൺ ഹുവാങ് ഒക്കെ പറഞ്ഞ ഏറ്റവും വലിയ സാധനമുണ്ട്. അതായത് ഇനി ഏറ്റവും കൂടുതൽ സ്കോപ്പ് എടുക്കുന്നത് ബയോളജി, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ് പഠനത്തിലാണെന്നില്ല. അവൻ ആ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നില്ല ബയോടെക് ഇൻഫ്യൂഷന്റെ കാര്യങ്ങളാണോ അവനത് കൂടുതൽ സൂചിപ്പിക്കുന്നതെന്നില്ല ഇങ്ങനെ തോന്നാറുണ്ട് എനിക്ക്. ഇപ്പൊ ഞാൻ പാർട്ട്ണർ ചെയ്തപ്പോ DataHQ എന്നുള്ളൊരു കമ്പനിയാണ് DIFCയിലുള്ളത്. അതുപോലെ ഞങ്ങളിപ്പോ ഒരു Zapper.ai എന്നൊരു കൺസ്ട്രക്ഷൻ AI മാത്രം ചെയ്യുന്ന കമ്പനി ഉണ്ട് ദുബായിൽ. അപ്പൊ ഞങ്ങൾ അവരായിട്ട് പാർട്ട്ണർ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് വെച്ചാൽ ഇപ്പൊ ഗൾഫാർ, അല്ലദ്രക് ഇങ്ങനത്തെ വലിയ കമ്പനീസ് ഒക്കെ റെഡി ടു ബെറ്റ്. എന്താണ് നിങ്ങളുടെ AI സംഭവം ഉണ്ടോ നിങ്ങൾ വന്നോളൂ, ഞങ്ങൾക്ക് ഡയറക്റ്റ് മീറ്റിംഗ് അവരെല്ലാവരും അറേഞ്ച് ചെയ്തിരുന്നു. അവരെല്ലാം ഇൻട്രസ്റ്റഡാ, അവർ റെഡി ടു പേ എന്ന് വെച്ചാൽ AI വെച്ചിട്ടുള്ള എന്താണോ അവർ. അപ്പോൾ ഇപ്പൊ UAE-ലാണെങ്കിൽ ഞാൻ UAE-ലാണ് പെട്ടെന്ന് UAE-ൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ അവര് ഓൾറെഡി പ്ലാൻഡ് ആണ്. മീൻസ് എന്താണ് AI വരുന്നത് അതിൽ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ നോർമലി ആളുകൾ ഇപ്പൊ കാണുന്നത് ChatGPT, ഗ്രോക്ക്, ക്ലൗഡ് ഇതുപോലത്തെ സംഭവങ്ങളാണ് കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഒരു റിയൽ ആയിട്ട് ഒരു കമ്പനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ their own ChatGPT വേണം. ഇപ്പൊ എന്റെ PMR ആണ്, PMR GPT എന്ന് പറഞ്ഞിട്ടൊരു AI സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. അങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ കംപ്ലീറ്റ് കാര്യം AI-ക്ക് അറിയുന്നുണ്ടാവും. മുന്നത്തെ പോലെ നമ്മൾ അക്കൗണ്ട്സ് എന്താണ് ഇതാണെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അല്ലെങ്കിൽ ഫോം വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, എൻ്റെ കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരാൾ പറഞ്ഞു തരുന്ന പോലെ തന്നെ അത് പറഞ്ഞു തരും. ഇപ്പോൾ പറഞ്ഞ ക്യാഷ് ഫ്ലോ ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും ഓട്ടോമേറ്റ് ചെയ്യും. അതിനെന്ത് ചെയ്യും, അനലൈസ് ചെയ്തിട്ടുള്ളൊരു ആൻസർ നമുക്ക് തരും. അപ്പം എല്ലാവരും ഈ ChatGPT മാത്രം യൂസ് ചെയ്യാതെ ഈ ഒരു സിസ്റ്റത്തിലോട്ടോ വലിയ കമ്പനീസൊക്കെ എസ്പെഷ്യലി എന്തായാലും മാറും. വലിയ കമ്പനി എന്തായാലും ഫീൽഡ് ഔട്ട് ആവും. their own GPT ഒരു their own AI സിസ്റ്റം എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്ത് വെക്കണം. അത് ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത് ബിൽഡ് ചെയ്താലാണ് ഇനിയുള്ളൊരു ഫ്യൂച്ചർ എന്നാണ് എൻ്റെ മനസ്സിൽ. ഞാനതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IT കമ്പനീസിനൊക്കെ വർക്ക് ഫ്രം ഹോം പറ്റുമായിരുന്നു. ഇപ്പോൾ AI മെഷീൻ ലേണിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വർക്ക് ഫ്രം ഹോം. ഒരു JCB ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ട്രക്ക് ഡ്രൈവർ ഇവർക്കൊക്കെ ഇനി എന്ത് ചെയ്യുക, വർക്ക് ഫ്രം ഹോം ധൈര്യമായിട്ട് ചെയ്യാം. ഒരു ജോയ്സ്റ്റിക്കും ഒരു VR ഹെഡ്സെറ്റും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് അവർക്ക് വീട്ടിലിരുന്ന് എത്ര ഹസാർഡിയസ് ഏരിയയിലാണെങ്കിലും ചെയ്യാൻ പറ്റും. അത് ഈ ഇത്രയും AI മെഷീൻ ലേണിങ്ങും പിന്നെ ഇന്റർനെറ്റും സ്പീഡും കൂടെ കൂടിയതുകൊണ്ട് മാത്രമാണ് അതൊക്കെ. ഇപ്പൊ ചൈനയിൽ ഓൾറെഡി ഉണ്ട് വലിയ ഏക്കർ കണക്കിനുള്ള ക്രഷർ, കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്. ഡ്രൈവേഴ്സ് എല്ലാം AC റൂമിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പൊ ആ സിസ്റ്റം എല്ലാം എനിക്ക് തോന്നുന്നു ഭയങ്കര പോസിറ്റീവ്. കൺസ്ട്രക്ഷൻ ഒരുപാട് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്.